ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ആന്റി ഏജിംഗ് പ്രോസസ്സ് ഏത് ഏജിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ആന്റി ഏജിംഗ് പ്രോസസ്സ് 40 ഏജിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണോ നിങ്ങൾ കരുതുന്നത്? പക്ഷേ ആന്റി ഏജിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 20 to 25 ഏജിലാണ്. ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്നാണെന്നുണ്ടെങ്കിൽ 25 ഏജ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ കൊളാജനും ഇലാസ്റ്റിനും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ അളവ് കുറയും. ഈ ഒരു ടൈം നമ്മുടെ ഫേസിലെ റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, ഡൾനെസ് ഒക്കെ പുറത്തു വരാനായിട്ട് തുടങ്ങും. ഏജിംഗ് പ്രോസസ്സിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. ശരിയായ രീതിയിൽ നമ്മൾ കെയർ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ സ്കിന്നിൽ ഏജ് സ്പോട്സ് ഉണ്ടാകും, റിങ്കിൾസ് ഉണ്ടാകും, അതേപോലെ തന്നെ ഫൈൻ ലൈൻസ് ഉണ്ടാകും. സ്കിന്നിന്റെ ഹൈഡ്രേഷൻ മൊത്തത്തിൽ നഷ്ടമാകുകയും ചെയ്യും. ഓൾമോസ്റ്റ് ഒരു 6 മന്ത് കൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ആന്റി ഏജിംഗ് സെറം മാത്രമല്ല, സ്കിന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ സ്കിന്നിൽ ഒരു പ്ലം ഫീൽ കൊണ്ടുവരാനും ഈ ഒരു പ്രൊഡക്റ്റ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതാണ് മിഡോറയുടെ സെൽ റീബൂട്ട് ഏജ്ലെസ് ഗ്ലോ സെറം. സ്കിന്നിന് വേണ്ടുന്ന എല്ലാ പവർഫുൾ ഇൻഗ്രീഡിയന്റും ഈ ഒരു പ്രൊഡക്റ്റിലുണ്ട്. പീച്ച് റെസിൻ എക്സ്ട്രാക്ട്, നിയാസിനമൈഡ്, സ്നോ മഷ്റൂം, PHA, ബയോളജിക്കൽ എക്സ്ട്രാക്ട് അടങ്ങി ഒരുപാട് ഇൻഗ്രീഡിയൻസും ഈ ഒരു സെറത്തിൽ വരുന്നുണ്ട്. ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന്റെ ഓവറോൾ ഹെൽത്തിനെ ബെറ്റർ ആക്കാൻ വേണ്ടി ഈ ഒരു പ്രൊഡക്റ്റ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഫേസിലുണ്ടാകുന്ന റിങ്കിൾസ് അതേപോലെ തന്നെ ഫൈൻ ലൈൻസിനെയൊക്കെ മാറ്റി ഏജിംഗ് പ്രോസസ് സ്ലോ ഡൗൺ ആക്കാനായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് നന്നായിട്ട് ഹെൽത്തി സ്കിന്നാണ് നമ്മളെ കുറച്ചും കൂടെ യങ്ങറായി തോന്നിപ്പിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ മസ്റ്റാദ്യം ട്രൈ ചെയ്ത് നോക്കുക. ഇത് മിഡോറയുടെ സെൽ റീബൂട്ട് ഏജ്ലെസ് ഗ്ലോ സെറം ആണ്. റിങ്കിൾസ് ഒക്കെ മാറ്റാനും ഫയർ ലൈൻസിനെയൊക്കെ മാറ്റി യൂത്ത്ഫുൾ ഗ്ലോ ആയിട്ടുള്ള റേഡിയൻ സ്കിൻ തരാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ലിങ്ക് വേണ്ട ഒരു അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് ലിങ്ക് അതൊന്ന് കമന്റ് ചെയ്തിരുന്നാൽ മതി.